നേരത്തെ BRP റാങ്കിങ് മുഴുവൻ സൈറ്റ് നോക്കി എടുത്തോളൂ. ഇതിന് സമയം കളയേണ്ട കാര്യമില്ല. BRP റാങ്കിങ് ഈ കഴിഞ്ഞ തവണ ഇതേപോലെ ആന്ധ്രയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ 1-ാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1-ാം റാങ്ക് കേരളത്തെ ആന്ധ്രയ്ക്ക്. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ ആരും ചോദിച്ചിട്ടില്ല BRP റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ്. ഇതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിൻ്റെ പദ്ധതിക്ക് ചേർന്ന് 2015 മുതൽ ഇന്ത്യ ഈ BRP തുടങ്ങി. ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി. നമ്മൾ BRP ഇന്ത്യ തുടരുന്നു. ആദ്യം റിഫോംസിനായിരുന്നു 100%, പിന്നെ ഫീഡ്ബാക്കിന് 100%ആക്കി. അപ്പൊ അതുകൊണ്ട് ചാനൽ ചർച്ച പറയുന്ന പോലെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലെ നിക്ക് ഞാൻ തീർക്കട്ടെ. അദ്ദേഹം പറഞ്ഞു രാഹുൽ അവിടെ ഇരിക്കും, ഇനി മൈക്ക് കിട്ടില്ല. യെസ് മിനിസ്റ്റർ പറഞ്ഞോ, മിനിസ്റ്റർ പറഞ്ഞു രാഹുൽ അവിടെ ഇരിക്കും. യെസ് മിനിസ്റ്റർ പറഞ്ഞോ. അത് പറയുന്നുണ്ടല്ലോ. ഷോ സം പേഷ്യൻസ്. അദ്ദേഹം പറയട്ടെ. നിങ്ങൾ 2 ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോ സം പേഷ്യൻസ്. അദ്ദേഹം കേൾക്കട്ടെ. യെസ് മിനിസ്റ്റർ. സാർ ഇതിനേക്കാളും ലളിതമായിട്ട് എങ്ങനെ പറയാ? യെസ് അവിടെ ഇരിക്കും. മിനിസ്റ്റർ പ്ലീസ്. നമ്മൾ ഈ വസ്തുതകളായിട്ട് കാണണം. ഇവിടെ കഴിഞ്ഞ തവണ ഇതേ റാങ്കിങ്ങിൽ ഇതേ ബിസിനസ്സും സിറ്റിസൺ റിഫോംസും എല്ലാം വെച്ചിട്ട് 1-ാമതായി വന്ന ആന്ധ്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറിലും 1-ാം പേജിൽ കൊടുത്തു. നമ്മുടെ അത്രയും കാശില്ലാത്തതുകൊണ്ട് ഇത്തവണ നമ്മൾ കൊടുത്തില്ല. കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്, ഇത്തിരി ഞെരുക്കമുള്ളതുകൊണ്ട് കൊടുത്തില്ല. കേരളത്തിൽ വരെ പരസ്യം വന്നു. നിങ്ങൾ ആരെങ്കിലും പറയേ ഇത് BRP ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല കേരളം, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? 28 നിങ്ങൾ എല്ലാവരും പ്രസംഗിച്ചില്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഏറ്റവും പുറകിൽ. ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ട്? ഈ സഭയെ പ്രസംഗിച്ചല്ലോ. അന്ന് ഇത് തന്നെയല്ലേ. കേരളത്തിന് നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേട്ടമായി കാണണ്ട. ഇനിയെങ്കിലും തിരുത്തി വസ്തുത മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.